നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അത് ഡൗൺലോഡ് ആകില്ല. അപ്പോൾ അവിടെ നമുക്ക് സ്പെൻഡിങ് എന്ന് കാണിക്കും. ഇത് എന്താണ് പ്രോബ്ലം എന്ന് നമുക്ക് അതൊന്ന് പരിഹരിച്ചാലോ? നമ്മൾ സാധാരണയായി നെറ്റ് കുറവുള്ളിടത്ത് ആണ് എന്ന് കരുതി നമ്മൾ കൂടുതൽ നെറ്റ് ഉള്ളിടത്ത് പോയി ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും അത് ഡൗൺലോഡ് ആകില്ല. അപ്പോൾ ഇത് പരിഹരിക്കാൻ പറ്റിയ വളരെ നല്ല 2 സെറ്റിങ്സാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതുപോലെ ഉപകാരകരമായ ഒരുപാട് വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഡിസ്ക്രിപ്ഷനിൽ ആരോ മാർക്കിൽ ടച്ച് ചെയ്ത് അവിടെ ലിങ്കുകൾ ഇട്ടേക്കാം വീഡിയോയുടെ. നിങ്ങൾക്ക് അവിടെ പോയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓൾ എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്താലേ ഞാൻ ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. പിന്നെ വീഡിയോ സെക്ഷനാണ് ഇത്. ഇവിടെ ടച്ച് ചെയ്തും കൂടുതൽ വീഡിയോകൾ കാണാം. എന്നാൽ നമുക്ക് ഈ സെറ്റിങ്സിലേക്ക് കടക്കാം. അതിന് നമുക്ക് സെറ്റിങ്സിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എല്ലാം ഞാൻ നിങ്ങൾക്ക് വളരെ വിശദമായി പറഞ്ഞു തരാം. അതിന് നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിലാണ് ഒരു സെറ്റിങ്സ് ചെയ്യേണ്ടത്. ബാക്കി മറ്റൊരു സെറ്റിങ്സും കൂടെ ചെയ്യണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണുന്നതായിരിക്കും. അതിൻ്റെ നേരെ മുകളിൽ ഇടത്ത് സൈഡായി നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ അടിയിൽ ഒരുപാട് സെറ്റിങ്സ് കാണും. അതൊന്നും നമുക്ക് നോക്കണ്ട. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ നേരെ താഴെയായിട്ട് അവിടെ സെറ്റിങ്സ് കാണും. നിങ്ങൾ ആ സെറ്റിങ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ജനറൽ എന്ന്. നിങ്ങൾ ജനറലിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കന് നേരെ താഴെ കുറേ ഓപ്ഷനുകൾ കാണും. അതൊന്നും നമുക്ക് നോക്കണ്ട. അതിന് നേരെ താഴെയായിട്ട് നെറ്റ്വർക്ക് പ്രിഫറൻസിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ അവിടെ ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസ് എന്ന് കാണും. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ കുറേ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓവർ എനി നെറ്റ്വർക്ക്, ഓവർ വൈഫൈ ഉള്ളി, ആസ്ക് മീ ഇത് എവരി ടൈം എന്നിവ കാണും. അതിൽ നിങ്ങൾ ഓവർ എനി നെറ്റ്വർക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡൺ കൊടുക്കുക. ഇതിനുശേഷം ഒരു സെറ്റിങ്സ് കൂടെ ചെയ്യാനുണ്ട്. പിന്നെ വാട്സപ്പിൽ വന്ന മറ്റൊരു അപ്ഡേറ്റും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇത് ചെയ്യാൻ നിങ്ങൾ അത്യാവശ്യമായി ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. നിങ്ങൾ സെറ്റിങ്സ് എടുത്ത ശേഷം സ്ക്രോൾ ചെയ്യുക. താഴെ സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ആപ്സ് എന്ന് കാണും. നിങ്ങൾ ആപ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മുടെ ഫുൾ ആപ്സും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിന്ന് നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്യുക. അവിടെ താഴെയായുള്ള നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ടച്ച് ചെയ്ത് സ്റ്റോറേജ് എടുക്കുക. അതിനുശേഷം നിങ്ങൾ സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് നേരെ താഴെയായി 2 ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾ ഡാറ്റ ക്ലിയർ ചെയ്യുക. ഡാറ്റ ക്ലിയർ ചെയ്യുമ്പോൾ അവിടെ 2 ഓപ്ഷൻ വരും. ക്യാൻസൽ, ഓക്കെ. അപ്പോൾ ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രോബ്ലം പരിഹാരമായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് ഒന്ന് ഓൺ ആക്കുക. അതിനുശേഷം നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഇതിനു മുമ്പ് നിങ്ങൾ സ്പെൻഡിങ് കാണിച്ച ആപ്ലിക്കേഷൻ ഇനി ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കേ. വളരെ ഫാസ്റ്റായിട്ട് അത് ഡൗൺലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വാട്സപ്പിൽ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മളൊക്കെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചേരാറുണ്ട്. അതിൽ നിന്നൊക്കെ ലെഫ്റ്റ് അടിച്ച് പോയാൽ മറ്റുള്ള ഗ്രൂപ്പിലുള്ള അംഗങ്ങളൊക്കെ നമ്മൾ പോയത് അവർക്ക് കാണാൻ സാധിക്കും. ഇനി അങ്ങനെ പോയത് കാണാൻ സാധിക്കില്ല. അതുപോലെ ഒരു അപ്ഡേറ്റാണ് വാട്സപ്പ് നമ്മൾക്കായി എത്തിച്ചു തന്നിരിക്കുന്നത്. ഇതോടെ നമ്മൾ ഈ സെറ്റിംഗ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത സെറ്റിങ്സുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇനിയും നല്ലൊരു വീഡിയോയുമായി വരാമെന്ന നല്ല ശുഭപ്രതീക്ഷയോടെ. എന്നാൽ പോകട്ടെ. ഗുഡ് ബൈ.